വസീഫും സുരേഷ് വക്കീലും പറയുന്ന ഒരേ കാര്യം, ഒരേ ക്യാപ്സ്യൂളാ. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ ഇന്ന് രണ്ടുപേരും പറഞ്ഞത് ചാവക്കാട്ടും അതുപോലെ തൃശ്ശൂർ, ചാവക്കാടല്ല രണ്ടും മരണം ഉണ്ടായത് വക്കീല്, തൃശ്ശൂരിലാണ്. ചാവക്കാട് വേറൊരു മരണം ഉണ്ടായത്, അത് കോൺഗ്രസ്സായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ തൃശ്ശൂരാണ് സംഭവം. അപ്പോൾ ഇന്ന് ഇവിടെ ക്യാപ്സ്യൂളാണ്. ഇതാണ് ഇന്ന് ഇവരെ രണ്ടു കൂട്ടരും പറഞ്ഞത്. അപ്പോൾ CPM അവർക്ക് കൊടുത്തതാണത്. അത് പറഞ്ഞോട്ടെ. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ അവർക്ക് ഇന്ന് UDF-ൻ്റെ ഈ ചർച്ചകളെ കാണാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയാമോ? കാരണം ഒരു ശുഷ്കിച്ചു പോയ LDF, ഞാൻ കണ്ണീർ വാർത്തന്നൊന്നും പറഞ്ഞില്ല, തോറ്റു എന്നുള്ളതിൻ്റെ സങ്കടം അവർക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്താതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. സന്തോഷിക്കുന്ന ഒരാളാണ് പുറത്തേക്ക് വരില്ലേ? ശുഷ്കിച്ചിട്ടില്ല ശ്രീകുമാർ മാഷെ. 967 13 ശുഷ്കിച്ചിട്ടുണ്ട്. ആ ചരിത്രം ഓർമ്മയുണ്ടല്ലോ. 2021 21 ശുഷ്കിച്ചിട്ടുണ്ട്. അല്ല, അത് കുഴപ്പമില്ല, ചരിത്രമുണ്ട്. ആ പ്രീവിയസ് ഹിസ്റ്ററി മറന്നുകൊണ്ട് ചർച്ച അത് സങ്കടമുണ്ട്. കോൺഗ്രസ് അല്ലല്ല കോൺഗ്രസ്സുകാർക്ക് സങ്കടമുണ്ട് സുരേഷ് വക്കീലെ, സങ്കടമുണ്ട്. ആ സങ്കടത്തിൽ നിന്നും ആണ് അവരിന്ന് ഉണർന്നത്. അതുകൊണ്ടാണ് അവർ 102-ലെത്തിയത്. നിങ്ങൾ സങ്കടമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? ഒരുപാട് ഭരണസുഖം അനുഭവിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് സങ്കടപ്പെടില്ലെന്ന് പറയുക? സങ്കടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ഇതുവരെ പത്രസമ്മേളനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. സങ്കടം കൊണ്ടാണ് പത്രസമ്മേളനം നടത്താത്തതെന്നാണ് ഞാൻ പറയുന്നത്. സന്തോഷിക്കുന്ന അല്ലല്ല, ഭരണസുഖം എന്ന വാക്കേ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ സമയക്കുറവുണ്ട്, ഇടപെടുകയാണ്. എന്തായാലും വകുപ്പ് വിഭജനം